മുമ്പ് പറഞ്ഞു 600-ലധികം അംഗങ്ങളുള്ള മുൻപ് ബാസ്കറ്റ്ബോൾ കളിച്ചിരുന്ന ആളുകളുടെ ഒരു സംഘടനയുണ്ട്, നിങ്ങൾ ടീം റീബൗണ്ട് എന്ന് പറഞ്ഞു. ആ ടീം റീബൗണ്ട് എല്ലാവരും ബാസ്കറ്റ്ബോൾ, പല അഭിപ്രായങ്ങളും പല താല്പര്യമുള്ളവരും എല്ലാ സംഘടനകളും ഉണ്ടാവാം. പക്ഷെ ഇത് വന്നത് മുഴുവൻ ബാസ്കറ്റ്ബോളിൽ നിന്നായതുകൊണ്ട് നിങ്ങൾക്ക് ഒരൊറ്റ ലക്ഷ്യത്തോടുകൂടി സഞ്ചരിച്ചാൽ ബാസ്കറ്റ്ബോളിനെ ഒന്ന് ഉണർത്തിയെടുക്കാൻ കഴിയില്ലേ? തീർച്ചയായിട്ടും. അത് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ ടീം റീബൗണ്ട് ഉണ്ടാകാനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ ഒരു ഗെറ്റ് ടുഗദർ മാത്രമാണ് കണ്ടിട്ടാണ് ഈ ടീം റീബൗണ്ട് തുടങ്ങിയത്. പഴയ കാലത്ത് കളി നിർത്തിപ്പോയിട്ടുള്ള 70 വയസ്സ് തൊട്ട് അല്ലെങ്കിൽ ജീവിച്ചിരിക്കുന്ന ബാസ്കറ്റ്ബോൾ പ്ലെയേഴ്സ് തൊട്ട് താഴത്തോട്ട് ഈ പറയുന്ന ഇപ്പം റീസെൻ്റായിട്ട് കളി നിർത്തിയവർ വരെ ഉള്ള സംഘടനയാണ്. അപ്പം എല്ലാവരും അതിനകത്ത് വന്നിട്ടില്ല. അതിനകത്ത് അതിൽ കൂടുതൽ മെമ്പേഴ്സ് ആകാം. ഈ 600 പേര് വരാനുണ്ടായ റീസൺ ഒരു വർഷത്തിലൊരിക്കൽ എല്ലാവരും കൂടെ പല അവസരങ്ങളും കാണാൻ അവസരങ്ങൾ ലഭിക്കാത്തവർ, അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയമില്ലാത്തവർ എല്ലാം ഉണ്ട്, കാലഘട്ടത്തിലുള്ളവർ, അവരെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും കാണാനും അവരൊരു ഇൻട്രാക്ഷൻ ചെയ്യാനും ചെറിയൊരു ഗെറ്റ് ടുഗദർ, ഒരു ചെറിയ ഏജ് ഗ്രൂപ്പ് വൈസുള്ളൊരു കളി, ഒരു ഭക്ഷണം, പിന്നെ ഒരു മീറ്റിംഗ്, ഇതെല്ലാം കൂടെ ഉദ്ദേശിച്ചാണ് തുടങ്ങിയത്. കാലം കഴിഞ്ഞപ്പോൾ അതിനകത്ത് പല ആവശ്യങ്ങളും ഉണ്ടായി. ചിലരുടെ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ്, ചിലരുടെ വീടിൻ്റെ ഇത് പ്രളയ സമയത്ത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്പം മതിയായ ഒരു ഇതുണ്ട്. ബാസ്കറ്റ്ബോൾ അസോസിയേഷനുമായിട്ട് സഹകരിച്ചുകൊണ്ട് ബാസ്കറ്റ്ബോൾ ഇപ്പം ഗവൺമെൻറ്റിൻ്റെ നിന്ന് കിട്ടാത്ത ഫൈനാൻഷ്യൽ ബുദ്ധിമുട്ടുകൾ എല്ലാം കഴിഞ്ഞ ഒരു ഗെറ്റ് ടുഗദർ മീറ്റ്സ് ഒരു ഈ ഫംഗ്ഷനിലും ഇത് സംസാരമായി. അപ്പോൾ ഇത് എല്ലാവരുടെയും കോൺട്രിബ്യൂഷനോട് കൂടി നല്ല രീതിയിൽ കംപ്ലൈൻ്റ് ഒന്നും കൂടാതെ ബാസ്കറ്റ്ബോളിന് വേണ്ടി മാത്രം എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് പല പ്രപ്പോസലുകൾ വരുന്നുണ്ട്. പല ഡിസ്കഷൻസ് നടന്നു, താഴെ ലെവലിലും അല്ലാതെയും ഇൻഡിവിജ്വലുമായിട്ടൊക്കെ നടക്കുന്നുണ്ട്. അത് കാലം സമ്മതിക്കുമെങ്കിൽ തീർച്ചയായിട്ടും നടക്കണം. കാരണം ബാസ്കറ്റ്ബോളിനെ സംബന്ധിച്ച് ഇപ്പോഴും പഴയ ബന്ധങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു സംഘടനയാണ് ബാസ്കറ്റ്ബോൾ. ഇപ്പോഴും ഞങ്ങൾ 80 വയസ്സുള്ള ആൾക്കാരുമായിട്ടും എൻ്റെ 60ഉം 50ഉം വയസ്സുള്ളവർ നല്ലൊരു ബന്ധങ്ങൾ സൂക്ഷിക്കുന്നവരാണ്. അപ്പോൾ തീർച്ചയായിട്ടും അതിന് കഴിയട്ടെ എന്നാണ് ഞാൻ ആശ്വസിക്കുന്നത്, വിശ്വസിക്കുന്നത്. നിങ്ങൾ സ്കൂൾ ലെവലിൽ തൊട്ട് ഈ നാഷണൽ പല മത്സരങ്ങളും കളിച്ചിട്ടുണ്ട്. എപ്പോഴെങ്കിലും ചെറു കളിയോ ഏത് പ്രായമോ വ്യത്യാസമില്ലാതെ ഏറ്റവും ഓർമ്മയിൽ തങ്ങി നിൽക്കുന്ന ഒരു ഗെയിമിനെ കുറിച്ച് പറയാം. ഞാൻ നേരത്തെ പറഞ്ഞു, കാരണം എനിക്ക് അങ്ങനെ ഓർത്ത് നിൽക്കാൻ പറ്റുന്ന പല കളികളുണ്ട് ഞങ്ങളുടെ പോലീസ് ഗെയിംസിൽ തന്നെ. അതുപോലെ പല അവസരങ്ങളും. പക്ഷേ ഞാൻ എടുത്ത് ഓർക്കാൻ കാരണം ജോസ് സാറ്, ഞാൻ പോലീസിൽ വരുമ്പോൾ ജോസ് സാറിൻ്റെ ഒരു ആഗ്രഹം പറഞ്ഞായിരുന്നു, നമുക്ക് പോലീസ് ഗെയിംസ് വിൻ ചെയ്യണം. അതാണ് എൻ്റെ ഏറ്റവും. പഞ്ചാബ് പോലീസ് ആയിരുന്നു ടീം എല്ലാവരും BSF നല്ലതാണ്, പഞ്ചാബ് നല്ലതാണ്, PRPF നല്ലതാണ്. നമ്മുടെ ട്രിവാൻഡ്രത്ത് വെച്ചാണ് നടക്കുന്നത്, പ്രത്യേകിച്ച് ഹോസ്റ്റാണ്. ജോസ് സാറിന് ഏറ്റവും വലിയ ആഗ്രഹം പോലീസ് ഗെയിംസ് വിൻ ചെയ്യുന്നത്. നമ്മൾ ഫെഡറേഷൻ കപ്പ് ജയിച്ചിരുന്നാലും പറയും നമ്മൾ പോലീസ് ഗെയിംസ് ആണ് നമുക്ക് ജയിക്കുന്നതെന്ന് പറയുക. അങ്ങനെ ആ ഒരു ടൂർണമെൻറ്റ് ഞങ്ങൾക്ക് ഇച്ചിരി എന്നെ സംബന്ധിച്ച് ജോസ് സാറിന് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ഗിഫ്റ്റായിട്ടാണ് വെച്ചിരുന്നത്. ഞങ്ങൾ പ്രതീക്ഷ പോലെ തന്നെ ഫൈനലിൽ വരികയും ഫൈനലിൽ വന്നു കഴിഞ്ഞ് വൈകുന്നേരമാണ് ഫൈനൽസ്. അന്ന് രാവിലെ ഞങ്ങൾ യാതൊരു ഇതുമില്ലാതെ റിലാക്സ് ചെയ്യാൻ വേണ്ടി ചെമ്പകത്ത് പോയി വളരെ റിലാക്സ് ചെയ്തു, സ്ട്രെച്ചിങ്ങും മറ്റു കാര്യങ്ങളും ചെയ്തു. അപ്പോൾ ഗ്രൗണ്ടിലേ പോയില്ല. വൈകുന്നേരം ഗെയിമിൽ വരുന്നു, കളി എക്സ്ട്രാ ടൈം പോകും. പിന്നെ നമ്മൾ ലാസ്റ്റ് 3 സെക്കൻഡ്സ് സംതിങ് ലെഫ്റ്റ്, എനിക്ക് കിട്ടിയൊരു ബോൾ എറിയുന്നു, മിസ്സാകുന്നു. തിരിച്ച് ആ ബോൾ കിട്ടുകയും അറ്റംപ്റ്റ് എടുക്കുകയും വിസിലടിക്കുകയും ഒരേപോലെ. ആ ഒരു സംഭവം അറ്റംപ്റ്റ് ബാസ്ക്കറ്റ് വീഴുന്നു, കളി ഒരു പോയിന്റ് ജയിക്കുന്നു. അപ്പം ആ ജോസഫ് സാർ എന്നുള്ള വ്യക്തി ആ ഗ്രൗണ്ടിൽ വന്ന് ഒരു സാധാരണ ഒരു വ്യക്തി അല്ലെങ്കിൽ DGP ആണെന്നുള്ള കാര്യം മറന്ന് ഞങ്ങളെ കെട്ടിപ്പിടിക്കുകയും ഞങ്ങളോട് ആ സന്തോഷം ഞാൻ ഒരു ഗിഫ്റ്റായിട്ട്, ഞാനിപ്പോഴും ആ ഒരു ഇത്രയും മാത്രം സ്പോർട്സിനെ സ്നേഹിച്ച വ്യക്തിക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റായിട്ടാണ് ഞാൻ കണ്ടത്. അതുപോലെ ആദ്യത്തെ 75 അതൊരു അസാധാരണമായ ഗിഫ്റ്റായിരുന്നു. അതൊരു തീർച്ചയായിട്ടും എനിക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റായിരുന്നു അദ്ദേഹത്തിന്. അതേപോലെ തന്നെ ജൂനിയർ നാഷണൽസിന് പോയിട്ട് ഒരു പ്രതീക്ഷയില്ലാതെ പോയി ഞങ്ങൾ കളിക്കുന്നു, വിൻ ചെയ്യുന്നു.
അത് 75 സൗത്ത് സോൺ വിൻ ചെയ്ത് കഴിഞ്ഞ് 82 നാഷണൽ ലെവൽ, സൗത്ത് സോൺ കഴിഞ്ഞ് നാഷണൽ ലെവലിൽ ഒരു മെഡൽ മേടിക്കാൻ കഴിഞ്ഞതും അതിൽ ക്യാപ്റ്റൻ ആകാൻ കഴിഞ്ഞതും എനിക്ക് ഇപ്പോഴും ഞാൻ ഓർക്കുന്ന ചില ചെറിയ മാച്ചുകളുള്ളൂ. അത് ആ ടീമിൻ്റെ അത്ര ഔട്ട്സ്റ്റാൻഡിങ് പ്ലെയേഴ്സ് ആരും തന്നെയില്ല. UP ടീമിൽ ഇന്ത്യൻ പ്ലെയർ, സീനിയർ ടീമിൽ കളിച്ച ഇന്ത്യൻ പ്ലെയർ വരെ ഉണ്ട്. അവരെ തോൽപ്പിച്ച് വിൻ ചെയ്യുന്നു. പിന്നെ ഫെഡറേഷൻ കപ്പ് ഞങ്ങൾ ക്വാളിഫൈഡ് അല്ല, പക്ഷേ പോസ്റ്റ് എന്നുള്ള നിലയിൽ ഞങ്ങളെ പോലീസാണ്. ഉറക്കത്തിലും ബാസ്കറ്റ്ബോൾ കളിക്കുന്നുവെന്ന് കുറച്ചൊന്നും പറയുന്നുണ്ടായി. എപ്പോഴും ബാസ്കറ്റ്ബോളോടൊപ്പം തന്നെ ഉണ്ടാവട്ടെ എന്ന് ഞാൻ ഈ അവസരത്തിൽ ആശംസിക്കുന്നു. നമ്മളോടൊപ്പം ഇത്രയും നേരം സമയം ചെലവഴിച്ച അൻവൻജി ആന്റണിക്ക് പ്രത്യേകം. ഞാൻ ബാസ്കറ്റ്ബോളിനെ സ്നേഹിക്കാൻ തുടങ്ങിയ കാലഘട്ടത്തിൽ, അതായത് SB കോളേജ് ചങ്ങനാശ്ശേരിയിൽ ഒരുപറ്റം ബാസ്കറ്റ്ബോൾ പ്ലേയേഴ്സ് ഞങ്ങളുടെ നാട്ടിൽ ഞങ്ങളുടെ ക്ലബിന് വേണ്ടി കളിക്കാൻ വന്നു. അവരെ ഞങ്ങൾ നെഞ്ചോട് ചേർത്തു. ആ സ്നേഹവും വാത്സല്യവും ഇന്നും ഞങ്ങൾ അവർക്ക് നൽകുന്നുണ്ട്, പ്രത്യേകിച്ച് എല്ലാ അതിരപ്പുഴക്കാരും. എൻ്റെ മനസ്സിൽ അന്നത്തെ ഓർമ്മകളുണ്ട്. നമ്പർ 5 AJ തോമസ്, നമ്പർ 9 ജോർജ് സക്കറിയ, നമ്പർ 13 ജോസ് കുര്യൻ, നമ്പർ 10 അൻവിൻ ജെ ആന്റണി. അത് ഇന്ത്യൻ ടീമിന്റെ നായക സ്ഥാനത്ത് വരെ എത്തിയ ആ നമ്പർ 10 അൻവിൻ ജെ ആന്റണിയാണ് ഇന്ന് എന്നോടൊപ്പം ഉള്ളത്.